ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തങ്ങളുടെ വഴി വിട്ട് ദൈവ വഴിയിലേക്ക് മടങ്ങി വരണമെന്നും അഥവാ മാനസാന്തരപ്പെടണമെന്നും ദൈവം എല്ലാവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ചിലർക്ക് വേണ്ടി ദൈവം കാത്തു നിൽക്കാറുണ്ട്, സമയം അവർക്ക് നൽകി കൊടുക്കാറുമുണ്ട്. അതിൻ്റെ തെളിവാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അപ്പം ഒരാളുടെ മടങ്ങി വരവിന് വേണ്ടി, ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. പക്ഷെ ചിലർക്ക് മടങ്ങി വരാൻ ഒട്ടും താല്പര്യമില്ലാതെ അവരവരുടെ വഴികളിലേക്ക് പോകുന്നു. തീരുമാനം നമ്മുടേതാണ്. മടങ്ങി വന്നാൽ അനുഗ്രഹമാണ്. അല്ല, തന്നിഷ്ടപ്രകാരമുള്ള വഴികളിൽ യാത്ര ചെയ്താൽ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നു. ഇത് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ചിലരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരമാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ടായിട്ട് വെളിപ്പാട് പുസ്തകം കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്നത്. ആദ്യമായിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെയുണ്ട്. അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഉപകാരമായി തീരട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. കുറച്ച് സുദീർഘമായ വാക്യങ്ങളാണ്. ഏറ്റവും അധികം ദൈവം ദൂത് പറഞ്ഞ, ആലോചന പറഞ്ഞ തുയഥൈര സഭ, ഏഷ്യ മൈനറിലെ 7 സഭകളിൽ ഒന്നായ തുയഥൈര സഭ, ആ സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ആ സഭയോട് പറഞ്ഞ ദൂതുമായിട്ട് അനുബന്ധിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. പെട്ടെന്ന് നമുക്ക് ഈ ഭാഗത്തിലേക്ക് പോകാം. എന്താണ് ഈ തുയഥൈര സഭയുടെ പ്രത്യേകത? തുയഥൈര പട്ടണത്തെക്കുറിച്ച് നമ്മൾ ഒന്നാമതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിറ്റേശയുടെ പശ്ചിമ ഭാഗത്തുള്ള ലുദ്യയിലുള്ള ഒരു പട്ടണമാണ് തുയഥൈര പട്ടണം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. മറ്റുള്ള ഇതര സഭകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ തുയഥൈര പട്ടണത്തിലുള്ള സഭ വളരെ കുറച്ച് പീഡനത്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ പീഡനമൊന്നും ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷമായി സുഖമായി പോയിക്കൊണ്ടിരുന്ന ഒരു സഭയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. പക്ഷെ അവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ആത്മീകമായ അധപ്പതനമായിരുന്നു. പക്ഷെ അവർക്ക് പ്രവർത്തനങ്ങളും ആളുകളും എല്ലാം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇന്നത്തെ കാലത്തും സംഭവിക്കുന്നത്. സംഘടനകളിലും അല്ലെങ്കിൽ സഭകളിലും ഒക്കെ വലിയ ജനത്തിന്റെ കൂട്ടത്തെ കാണുമ്പോൾ നമ്മളത് നല്ലതാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിറകിലൊരർത്ഥമുണ്ട്. ആളുകളുടെ എണ്ണത്തിലോ സംഘടനയുടെ വലിപ്പത്തിലോ ഒന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞറിയുന്ന ദൈവം ഓരോരുത്തൻ്റെ പ്രവൃത്തി ശോധന ചെയ്യിക്കുക. അവിടെ യഥാർത്ഥമായ ഒരു മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള അവസരം ദൈവം നൽകി കൊടുത്തുകൊണ്ടിരിക്കുന്നു. മടങ്ങി വരാൻ തയ്യാറായാൽ ദൈവിക അനുഗ്രഹം അനുഭവിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവിക ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. ഇതാണ് തുയഥൈര പട്ടണത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ചുള്ള, ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിലെ യേശു ക്രിസ്തുവിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് കാണിക്കുന്നത് ഈ ഒരു സൃഷ്ടിയും തൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളതാണ്. സകലതും തൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായി കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിനെ ആർക്കും മറയ്ക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, സകലതും വ്യക്തമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ സകലത്തെയും ഞാൻ അറിയുന്നു എന്നുള്ളതാണ്. സകലത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളെ വരെ ദൈവം അറിയുന്നു. കാരണം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവരെന്ന് സകല സഭകളും അറിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രവർത്തികൾ മാത്രമല്ല, നമ്മുടെ മോട്ടീവ്സ്, നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് പോലും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനാണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കുക.
2 വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവൻ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വെള്ളോട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയെയും ന്യായവിധിയെയുമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ വാക്യം തുയഥൈരയിലെ സഭയെ പ്രശംസിച്ചുകൊണ്ടുള്ള വാക്കുകളാണ്. 5 കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. നിന്റെ പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത. ഈ 5 കാര്യങ്ങളെ ഞാൻ അറിയുന്നു. നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയാണെന്ന് ഞാൻ അറിയുന്നു. എഫെസോ സഭയെക്കുറിച്ച് ദൂത് പറയുമ്പോൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം പറയുമ്പോൾ ഇവിടെ ആദ്യത്തേതിനേക്കാൾ ഒടുക്കലത്തെ പ്രവൃത്തി നല്ലതായി. വളരെ നല്ല കാര്യമല്ലേ? അടുത്തത്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹത്തിൽ നിന്നാണ് ശുശ്രൂഷ ഉണ്ടാകേണ്ടുന്നത്. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹമുണ്ട്, പ്രവൃത്തികളുണ്ട്, എല്ലാ കാര്യവുമുണ്ട്. എന്നാൽ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കൂട്ടായ്മയെക്കുറിച്ചുള്ള ചില കുറവുകളാണ് ദൈവം അവരോട് വെളിപ്പെടുത്തുന്നത്. ആ കുറവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ആ കുറവുകൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ്, തുയഥൈര സഭ എന്ന് പറയുന്നത് ആത്മീയ അർത്ഥത്തിൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ AD 607 മുതൽ 1517 വരെയുള്ള സഭാ കാലഘട്ടമാണ്. എന്താണ് ഈ സഭാ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ഈ ഒരു സഭാ കാലഘട്ടത്തെ അന്ധകാര യുഗമെന്നോ ഇരുണ്ട കാലഘട്ടമെന്നോ വിളിക്കാം. വളരെ ചെറുതായിട്ട് ഞാൻ വിശദീകരണം നൽകാം. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തെ ഈ പറയുന്ന AD 607 മുതൽ 1517 വരെയുള്ള, വേണമെങ്കിൽ 7-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രം അന്ധകാരത്തിന്റെ ചരിത്രമാണ്. കാരണം എന്താണ്? ബാബിലോൺ, ഈ നമുക്കറിയാം, കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ മാനസാന്തരമില്ലാത്ത മതപരിവർത്തനം, അന്ന് നിലനിന്നിരുന്ന ഒരുപാട് അന്യാരാധനകൾ ദൈവസഭകൾക്കുള്ളിലേക്ക് കടന്നു വരികയും അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ച് വിഗ്രഹാരാധനയിലേക്കും അന്യാരാധനയിലേക്കും അന്ന് റോമൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് ദുഷിച്ച കാര്യങ്ങളിലേക്കും ആ കാര്യങ്ങളൊക്കെ സഭയ്ക്കുള്ളിലേക്ക് വന്ന് സഭയുടെ ആരാധനയുടെ ഭാഗമായി മാറി. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ ദൈവവചനത്തിന്റെ അകത്തുനിന്ന് മാറിപ്പോയ ഒരു സഭയെ ആത്മീക അർത്ഥത്തിൽ അതൊരു ഇസബേലാണെന്നും ഇസബേൽ അനുവദിച്ചു കൊടുത്ത 2 കാര്യങ്ങൾ, ദുർനടപ്പ് ചെയ്യാം, 2 വിഗ്രഹാർപ്പിതം തിന്നാം എന്നുള്ളതാണ്. കാരണം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരും. 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന, അതെ, തെറ്റിച്ചു കളയുന്ന ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നീ അനുവദിച്ചു കൊടുക്കുന്നു എന്നൊരു കുറ്റം ഇതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. നോക്കുക, ഈ സഭയെക്കുറിച്ച് പറയുന്നത് പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ദുർനടപ്പാചരിക്കുക, ദൈവത്തിന്റെ ദാസന്മാരെ പോലും തെറ്റിച്ചു കളയുന്ന ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അങ്ങനെയാണെങ്കിൽ ഇസബേൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇസബേലിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ പഴയ ഇസ്രായേലിലെ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ രാജാവായ ആഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി സീദോന്യ രാജാവിന്റെ പുത്രിയായ ഇസബേൽ ഒരു ജാതീയ സ്ത്രീയായിരുന്നു, യഹൂദ സ്ത്രീ അല്ലായിരുന്നു. അപ്പോൾ അന്യജാതിക്കാരിയായ ഈ സ്ത്രീ, ഇവളെക്കുറിച്ച് പറയുന്നത് ഇവൾ വിഗ്രഹാരാധനയെ പ്രൊമോട്ട് ചെയ്യുകയും ബാലിന്റെ ആരാധനകളും പൂജകളും ഒക്കെ അന്നത്തെ കാലത്ത് പ്രൊമോട്ട് ചെയ്യുകയും ദൈവവചനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ലോകപ്രകാരം ജീവിച്ച ഒരു മ്ലേച്ഛ സ്ത്രീയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇസബേലിനെ കുറിച്ച് പറയാം. ഇസബേല് ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ ഭാര്യയായി തീരുകയും ഏലിയാവ് അടക്കമുള്ള ദൈവദാസന്മാർക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തുകയും നാബോത്തിനെ പോലെയുള്ള ദൈവഭക്തന്മാരെ അടക്കം കൊന്നുകളയുകയും ഒക്കെ ചെയ്യുവാനായിട്ട്, അതെ, കൗശലകരമായ തന്ത്രങ്ങളും ഇസ്രായേലിൽ മുഴുവനും ജനത്തെ വിഗ്രഹാരാധനയിലേക്കും ആത്മീക അധപതനത്തിലേക്കും തെള്ളിയിട്ട ഒരു സ്വാധീന ശക്തിയാണ് ഇസബേൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഇസബേലിന് ദൈവം ഒരു അന്തം വരുത്തി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, യേഹു എന്ന് പറയുന്ന വ്യക്തിയാണ് ദൈവം അതിനായിട്ട് നിയോഗിച്ചത്. ഇവള് കണ്ണെഴുതി, അതേ, മുടിയൊക്കെ ചെയ്യുകി കൊട്ടാരത്തിൽ നിൽക്കുന്ന സമയത്താണ് അവളുടെ അന്ത്യം വരുന്നത്. അവളെ മാത്രമല്ല, അവളുടെ കുടുംബത്തെ മുഴുവനും ദൈവം സമ്പൂർണ്ണമായിട്ട് നീക്കിക്കളഞ്ഞു, തൻ്റെ ശുദ്ധീകരണത്തിനായിട്ട്, തൻ്റെ ജനതയുടെ ശുദ്ധീകരണത്തിനായിട്ട്. അപ്പം ഇസബേൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അന്ന് മരണപ്പെട്ടുവെങ്കിലും ഇവിടെ നമ്മൾ തുയഥൈര സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ തുയഥൈര സഭയ്ക്കുള്ളിൽ ഈ ഇസബേൽ വന്നു എന്ന് പറയുമ്പോൾ
നമ്മൾ മനസ്സിലാക്കുക, ഇത് കേവലം ഒരു വ്യക്തിയല്ല, ഇതൊരു പൈശാചിക ശക്തിയാണ്, ഇതൊരു ദുർഭൂതമാണ്. കാരണം ദൈവജനത്തെ സത്യാരാധനയിൽ നിന്നും ദൈവിക വിശുദ്ധിയിൽ നിന്നും ഏകാഗ്രതയിൽ നിന്നും ദൈവസഭയ്ക്ക് ദൈവം നൽകിക്കൊടുത്ത വേർപാടിൽ നിന്ന് അവരെ അകറ്റിക്കളയുക. എന്താണ് ഇവളുടെ ഉപദേശം? ഇവളുടെ ഉപദേശം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടെ വിഗ്രഹാർപ്പിതം തിന്നാം. നമുക്കറിയാം, പഴയ നിയമകാലം മുതൽ ദൈവം കർശനമായി വിലക്കിയതാണ് ദൈവത്തിന്റെ ജനം അന്യാരാധനകളിലേക്ക് പോകരുതെന്നുള്ളത്. എന്നാൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അതിനെ അനുവദിക്കുന്ന, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ലോകത്തോട് ഇടകലർന്ന ആത്മീക സമൂഹം, അങ്ങനെ വേണം അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ. 2, ദുർനടപ്പ് അനുവദിച്ചു കൊടുത്തു. ഇവിടുത്തെ ദുർനടപ്പ് എന്ന് പറയുന്നത് ആത്മീക ദുർനടപ്പാണ്. എന്താണ് ആത്മീക ദുർനടപ്പ്? ആത്മീക ദുർനടപ്പ് ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് 12 മുതലുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് വിശദീകരിച്ചു തരാം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് വ്യഭിചാരം എന്ന് ദൈവം പറയുന്നത് അക്ഷരാർത്ഥത്തിലുള്ള വ്യഭിചാരം മാത്രമല്ല. നമ്മൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ ആ ഒരു ബന്ധം, അക്ഷരാർത്ഥത്തിലുള്ള ബന്ധം മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവത്തോടുള്ള ഏകാഗ്രതയും സ്നേഹവും ദൈവഭക്തിയും എല്ലാം വിട്ട് മറ്റിടങ്ങളിലേക്ക് മനസ്സ് തിരിഞ്ഞ് ആ ആരാധനയിലേക്കും ആ കർമ്മങ്ങളിലേക്കും പോകുമ്പോൾ അതിനെയും വേദപുസ്തകം വ്യഭിചാരം, ആത്മീക വ്യഭിചാരം എന്നാണ് പറയുന്നത്. അപ്പം എന്തുമാകാം, എങ്ങനെയും ആരാധിക്കാം, എങ്ങനെയും ജീവിക്കാം, യേശുവിനെ ആരാധിക്കണമെന്നേ ഉള്ളൂ, കൂടെ മറ്റെന്തുമാകാം എന്നുള്ള നിലയിലേക്ക് അഴിച്ചുവിടുന്ന ഒരു പഠിപ്പീര്. ഇങ്ങനെയുള്ള ഒരു പഠിപ്പീരാണ് തുയഥൈര സഭയിൽ പ്രവേശിച്ചത്. പക്ഷെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ചിന്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവർക്കും മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ സമയം കൊടുക്കുന്നു. കിട്ടിയില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇന്നും ഈ കേൾക്കുന്ന ക്രമീകരണത്തിന്റെയും വിശുദ്ധിയുടെയും ഒക്കെ സന്ദേശം, ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞതുപോലെ, ഇങ്ങനെയൊന്നും പറയാൻ സത്യത്തിൽ ആഗ്രഹിച്ചല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ അതിനുവേണ്ടി ഒരുക്കി എത്തിക്കുന്നതാണ് ഈ സന്ദേശങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള സന്ദേശങ്ങളിലൂടെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മടങ്ങി വരുവാനായിട്ടുള്ള ദൂതുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കും മാനസാന്തരം ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മാത്രമാണ് ആവശ്യം എന്നുള്ളത്. പക്ഷെ അങ്ങനെ മാത്രമല്ല. ഒരു ക്രിസ്തു ശിഷ്യന് പോലും ദിനംതോറും ദൈനംദിന ജീവിതത്തിൽ മാനസാന്തരം ആവശ്യമുണ്ട്. കണ്ണുകൾക്ക്, ഹൃദയത്തിന്, കാതിന്, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ട്. ദിനവും നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പം ഈ ഒരു മാനസാന്തരം ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളത് കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ, സന്ദേശങ്ങളിലൂടെ നമ്മളെ കറക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും അവൾക്ക് മാനസാന്തരപ്പെടാൻ മനസ്സില്ല. അപ്പം അങ്ങനെ മനസ്സില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നവർക്ക് സംഭവിക്കുന്നത്, എഴുതിയിരിക്കുന്നത് 22-ാമത്തെ വാക്യം, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവരുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. മാനസാന്തരപ്പെടാത്തവനെ വലിയ കഷ്ടതയിലാക്കും. അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും. ഇസബേലിന്റെ ചരിത്രങ്ങളൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് നമുക്കറിയാം, യേഹൂവിന്റെ കാലത്ത് 70ഓളം പുത്രന്മാരെയാണ് കൊന്നുകളഞ്ഞത്. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് ദൈവം പകരം ചെയ്യുന്നത്. 24-ാമത്തെ വാക്യം പറയുന്നത് പോലെ, സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞവർ, അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്, അധാർമികതയുടെയും അശ്ലീലതകളുടെയും പാപത്തിന്റെയും ഒക്കെ ആഴങ്ങൾ പോയി അറിഞ്ഞവരാണ് തുയഥൈര സഭക്കാർ. അവരെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർ, അതെ, അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട്. അപ്പം അങ്ങനെ പോകാത്ത കുറച്ച് ആൾക്കാരും അവിടെ ഉണ്ട്. എല്ലാ കാലത്തും ദൈവത്തിന്റെ ഒരു ശേഷിപ്പുണ്ടല്ലോ. അപ്പോൾ ഒരു ഭാഗം സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞു പോകുമ്പോൾ മറ്റൊരു ഭാഗം അറിയാതെ നിൽക്കുമ്പോൾ അവരോട് പറയുന്നു, അവസാനം വരെ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അടുത്തത്, മാനസാന്തരപ്പെടാതെ പോകുന്നവരെ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിച്ചേർക്കുവാൻ പറ്റാത്ത നിലയിലേക്ക് തകർന്നു പോകും എന്നുള്ളതാണ്. ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും, മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. യേശു ക്രിസ്തു ഉദയ നക്ഷത്രമാണെന്ന് പറയുന്നുണ്ട്. ഉദയനക്ഷത്രം എന്ന് പറയുന്നത്
എന്താ, രാത്രിയുടെ അവസാനത്തിങ്കൽ പ്രഭാതം പുലരുന്നതിന് തൊട്ടു മുൻപ് ഉദിച്ചുയരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയാണ്, ധൈര്യമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ആമേൻ. മുമ്പോട്ട് പോകാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.